ഒരു കൊല്ലം മുമ്പ് യൂട്യൂബിൽ ലോഞ്ച് ചെയ്ത ഒരു സാധനമാണ് യൂട്യൂബ് മ്യൂസിക്. കാണുന്നുണ്ടോ? യൂട്യൂബ് മ്യൂസിക് ഇതാ ചോന്നൊരു ഐക്കൺ. എന്തിനാ പോലും ഇത് ലോഞ്ച് ചെയ്തത്? എനിക്കിതുവരെ ഒരു പിടുത്തവും കിട്ടിയില്ല. അതടക്കട്ടെ, നമുക്ക് യൂട്യൂബ് മ്യൂസിക്കിനെ പറ്റി ഒന്ന് നോക്കാം. യൂട്യൂബ് മ്യൂസിക് ഇപ്പം വരുന്ന ഫോണിലൊക്കെ ഇൻബിൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പഴയ ഫോണിലൊക്കെ ഇത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് മാൻഡ്യൂലിക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം. വേണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തോ. എന്തിനി പക്ഷേ എന്തിനാ ഈ വീഡിയോ ചെയ്യുന്നതെന്നല്ലേ? അതിനാദ്യം നമുക്ക് യൂട്യൂബ് മ്യൂസിക് ഒന്ന് ഓപ്പൺ ചെയ്യാം. യൂട്യൂബ് മ്യൂസിക് ഓപ്പൺ ചെയ്യുന്നേരോ ഇങ്ങനെ ഇതിലുണ്ടാകുക. ഇവിടെ ഡിവൈസ് ഫയൽ ഓൺലി ഉണ്ട്, സൈനിങ് ഉണ്ട്. ഞാനിപ്പോൾ സൈനിങ് ആണ് കൊടുത്തേക്കാം. സൈനിങ് കൊടുക്കുന്ന നേരം നമ്മളെ ഫോണിലുള്ള അക്കൗണ്ട്സ് ഒക്കെ കാണിക്കും. അതിൽ നമുക്കൊരു അക്കൗണ്ട് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇങ്ങനെയാണ് വന്ന് നമ്മളിപ്പോൾ ഒരു പാട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ അത് വീഡിയോയോട് കൂടി തന്നെ പ്ലേ ആവും. യൂട്യൂബിൽ നിന്ന് അങ്ങനെ തന്നെ പ്ലേ ആവും. പിന്നെ ഇതിനാ ഇത് ഇല്ലേ? പിന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്യിക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പ്രീമിയം എടുക്കണം. യൂട്യൂബ് പ്രീമിയം എടുത്താലും കിട്ടും. പിന്നെ എന്തിനാണെന്നുള്ള ഇതേപോലെ ലോഞ്ച് ചെയ്ത് ഇപ്പം നമ്മളെ ഫോണിൽ കുറേ പാട്ടുണ്ടാവും. ഈ പാട്ടുകളൊക്കെ യൂട്യൂബ് മ്യൂസിക് കൂടെ എങ്ങനെ കേൾക്കാം? അതാണ് വീഡിയോ. അത് മാത്രം, വേറെ ഒന്നുമില്ല. അതിന് നിങ്ങൾ ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആൽബംസ് ഉണ്ട്. ആൽബംസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോപ്പപ്പ് വരും. അത് നമ്മളെ ഡിവൈസ് ഫയൽ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷനാണ് അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്ത് കൊടുത്താൽ ഇവിടെ ഡിവൈസ് ഫയൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ വരും. നമ്മളെ ഫോണിലുള്ള പാട്ടുകളൊക്കെ ഇവിടുന്ന് കേൾക്കാം. ഇത് ഇവിടുന്ന് കേൾക്കാന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനാകില്ല. നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കേൾക്കാം, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഗൂഗിൾ പ്ലേ മ്യൂസിക് ഡിസേബിൾ ചെയ്യാൻ പോകുന്നതുകൊണ്ട് ഇനി കുറച്ച് ഫീച്ചറുകളൊക്കെ ഇതിൽ വരുമായിരിക്കും. പക്ഷേ ഇപ്പോൾ ഒന്നും വന്നിക്കില്ല. ഇത്രയും കൊണ്ട് ചെയ്യാനാവും. പിന്നെ നിങ്ങൾ ആൽബത്തിൽ ഡിവൈസ് ഫോൾഡർ കാണുന്നില്ലെങ്കിൽ മേലെ പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സ് എടുക്കുക. അവിടെ സെറ്റിങ്സ് എടുത്താൽ മേലെ ലൈബ്രറി ആൻഡ് ഡൗൺലോഡ്സ് എന്നുണ്ടാവും. അതിൽ ഷോ ഡിവൈസ് ഫയൽ എന്നുള്ള ഓഫായി കിടക്കുന്നുണ്ടാവും. അതൊന്ന് ഓണായി കൊടുത്താൽ മതി, അത് വന്നോളൂ. ഈ ഒരു ഉപകാരം അല്ലാണ്ട് എനിക്ക് ഇതിനെ കൊണ്ടൊന്നും തോന്നിയിട്ടില്ല. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫീച്ചർ കിട്ടണമെങ്കിൽ, അതായത് ഓഫ്ലൈനിൽ കേൾക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ ഒക്കെ നമ്മൾ ഇതിൽ പ്രീമിയം എടുക്കണം. പ്രീമിയം ഒരു മാസത്തേക്ക് 99 റുപ്യ അങ്ങനെ അവർ പറയുന്നത്. അതൊന്നും എടുത്ത് ഇപ്പോൾ ഇതിൽ നിന്ന് കേൾക്കേണ്ട ആവശ്യമില്ല. 139 എടുത്ത് യൂട്യൂബിൻ്റെ പ്രീമിയം എടുത്താൽ പരസ്യമില്ലാണ്ട് ഓഫ്ലൈനിലും ഒക്കെ നമുക്ക് അതിൽ നിന്ന് കാണാം. കുറച്ച് ആൾക്കാർ ചോദിച്ചിരിക്കുക എങ്ങനെയാണ് ഡിവൈസിൽ നമ്മളെ ഫോണിലുള്ള പാട്ടുകൾ യൂട്യൂബ് മ്യൂസിക്കിലേക്ക് വരുത്തുകയാണ്. അതുകൊണ്ട് മാത്രം ഒരു വീഡിയോ ചെയ്തതാണ്. ഈ പറഞ്ഞ മെത്തേഡ് കൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഫോണിലുള്ള പാട്ടുകൾ യൂട്യൂബ് മ്യൂസിക് കേൾക്കാം. അത് സാധാരണ നിങ്ങൾ ഫോണിലെ മ്യൂസിക് ഫോൾഡറിൽ നിന്ന് കേൾക്കുന്ന അതുപോലെ തന്നെ ഇതിലും കേൾക്കാനല്ലാണ്ട് അതിൽ നിന്ന് ഷെയർ ചെയ്യണമെന്നാകില്ല കേട്ടോ. ഇപ്പോൾ ലൈബ്രറി എടുത്ത് ആൽബംസ് എടുത്ത് ഓപ്ഷൻസ് എടുത്താൽ അതിൽ ഷെയർ ചെയ്യാൻ ഒരു ഓപ്ഷനൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് നമ്മളെ ഡിവൈസിലെ പാട്ട് ആഡ് ചെയ്യാനും ആകില്ല. സംഭവം എന്താ തിരിഞ്ഞിക്കോ പറഞ്ഞ് ആർക്കറിയാം. തിരിഞ്ഞൊരിക്ക് തിരിയോ, അല്ലാത്തൊരു നട്ടം തിരിയോ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം കേട്ടോ. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.